بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد. قال الله تعالى في قرآنه المجيد: لقد كان لكم في رسول الله أسوة حسنة. وقال صادق المصدوق محمد مصطفى صلى الله عليه وسلم: اللهم أحيني مسكينا وأمتني مسكينا واحشر لي عظم في زمرة المساقين. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, സ്നേഹം നിറഞ്ഞ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രവാചക സ്തുതിഗീതങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആധുനികത്തിന്റെ മാതൃക എന്ന കാലിക പ്രസക്തമായ വിഷയത്തിൽ അല്പം സംസാരിക്കാൻ എനിക്ക് തൗഫീഖ് നൽകിയ ജഗനിയന്താവിന് സകല സങ്കീർത്തനങ്ങളും അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മകാം. സഹോദരങ്ങളെ, മാനവരാശിയുടെ മാർഗദർശനത്തിനായി റബ്ബ് സുബ്ഹാനഹു വ തആല നിയോഗിച്ച 1,24,000 വരുന്ന പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ ഗണ്ണിയായിരുന്നു ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മനുഷ്യകുലത്തിനാകമാനം പിൻപറ്റാനുള്ള അതുല്യമായ മാതൃകയായിരുന്നു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്കൊരു ഉത്തമ മാതൃകയുണ്ടെന്ന വിശ്രുത പ്രഖ്യാപനത്തിലൂടെ മാതൃകകളുടെ മാർഗരേഖയുടെ പരിപൂർണതയെ വരച്ചു കാണിക്കുകയായിരുന്നു വിശുദ്ധ ഖുർആൻ. സങ്കുചിതത്വത്തിന്റെയും അസമത്വത്തിന്റെയും അസ്വസ്ഥകളിൽപ്പെട്ട് ആടുകയിലെന്ന ഇന്നിന്റെ മനുഷ്യന്റെ ജീവിതം സമാധാനത്തിന്റെ ഇത്തിരി വട്ടമെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പുണ്യപ്രവാചകന്റെ ജീവിതത്തിലേക്കൊന്ന് ദർശിച്ചു കൊള്ളട്ടെ. എന്നിട്ട് ആ ഉത്തമ ദർശനങ്ങളെ കൊണ്ട് അനന്തമായ പുതുലോകത്തേക്ക് ഒരു പാലം പണിതിരുന്നുവെങ്കിൽ എന്ന് നാം ആഗ്രഹിച്ചു പോവുകയാണ്. സഹോദരങ്ങളെ, നാം എങ്ങനെ ആഗ്രഹിക്കാതിരിക്കും? നാം നമ്മുടെ ആധുനികത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. അങ്ങ് മുസ്ലിം രാഷ്ട്രമായ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലേക്കും പലസ്തീനിലേക്കും കണ്ണോടിക്കുകയാണെങ്കിൽ മുസ്ലിമായതിന്റെ പേരിൽ താടനങ്ങളും പീഡനങ്ങളും മാത്രം അനുഭവിച്ചുകൊണ്ട് മുസ്ലിം എന്നതിന്റെ പേരിൽ മാത്രം യാതനകൾ മാത്രം അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തെ നമുക്ക് കാണാൻ സാധിക്കും. പോരാ AK-47 ക്ലസ്റ്റർ ബോംബുകളും ക്യൂസ് മിസൈലുകളും മാനവന്റെ രക്തത്തിലിട്ട് രക്തചഞ്ചായം അണിയിച്ച് മനുഷ്യരാശിയുടെ കബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന കട്ടർ ബോംബിന്റെ നൂലാമാലകൾ നാറി മണത്തപ്പോ മാനവ സമൂഹം മുഴുവൻ തലതിരിഞ്ഞോടിയത് സമാധാനമെന്ന ശാന്തി എന്ന തൂവെള്ള കൊട്ടാരത്തിന് വേണ്ടിയായിരുന്നു. അതുതന്നെയല്ലയോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് കേൾക്കുക: ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിതാവിന്റെ ലാളന പോലും ലഭിക്കാതെ വളർന്ന ആ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയുണ്ട് എന്ന് ആ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നു. എന്നാൽ സഹോദരങ്ങളെ, നൈമിഷികമായ ആഡംബരങ്ങളുടെ അനുഭൂതിയിൽ അഭിരമിക്കുന്ന അഭിനവ സമൂഹത്തിന് മാതൃകയായിരുന്നു അവിടുത്തെ ജീവിതം. ലക്ഷക്കണക്കിന് മനുഷ്യ മനസ്സുകളെ തന്റെ കാൽക്കീഴിൽ ലഭിച്ചിട്ടും ആഡംബരമെന്ന മഹാമാരിയിലേക്ക് ഒരു നോക്ക് പോലും നോക്കാത്ത വിശുദ്ധ നബി അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർ ലി ഔദൻ ഫീ സുംറത്തിൽ മസാകീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുപമമായ മാതൃക കാട്ടിച്ചിരുന്നു. ജീവിതത്തിന്റെ കാലുഷ്യത്തിന്റെ നെൽപ്പാടങ്ങളിൽ പട്ടിണി കൊണ്ട് വയറു നിറക്കുന്ന പച്ചപ്പാവങ്ങളുടെ പാപ്പരത്വത്തെയും രാഷ്ട്രങ്ങളുടെ കാനേശുമാരികളുടെ കണക്കെടുപ്പിൽ ഇടം ലഭിക്കാതെ പോകുന്ന ദസ്തി വിഭാഗത്തിന്റെ കഷ്ടപ്പാടുകളെയും കണ്ടറിയാനുള്ള ജീവിതമായിരുന്നു അവിടുത്തെ ജീവിതം. എന്ന സുന്ദര വചനത്തിലൂടെ അവിടുന്ന് കാണിച്ചു തന്ന സുരസുന്ദരമായ ഒരു ദർശനമുണ്ട്. ഐകിക പ്രാണം എന്നത് മാനവ ശക്തിയാണെങ്കിലും മാനവന്റെ ശക്തി കുടികൊള്ളുന്നത് മനസ്സിനെ നിയന്ത്രിക്കുന്നതിലാണ്, അല്ലാതെ അപരനെ കീഴ്പ്പെടുത്തി അഹങ്കരിക്കുന്നതിലല്ല എന്ന മഹത്തായ ദർശനം. അന്യനെ കീഴ്പ്പെടുത്തി അഹങ്കരിക്കുന്ന അഭിനവ സാമ്രാജ്യ ശക്തികൾക്ക് നേരിന്റെ വൈകാട്ടുന്നുണ്ട് മദീനയുടെ അധിപനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തന്റെ ആ ജന്മശത്രുക്കളായിരുന്ന കുടലിനായ ജൂതനോട് വരെ അവിടുന്ന് സമാധാന കരാറിൽ ഏർപ്പെട്ടു. ശാന്തിയും സമാധാനവും മാത്രമായിരുന്നു അവിടുന്ന് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ സഹോദരങ്ങളെ, പരിഭാവനമായ ജ്ഞാനത്തിന്റെ പരിശുദ്ധിയെപ്പോലും ഇന്നിനെ നവജാഹിലിയത്തിന്റെ വക്താക്കൾ മലീമസമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് ഉത്തരാധുനിക സമൂഹത്തിൽ പോസ്റ്റ് മോഡേൺ സംസ്കാരത്തിൽ ജ്ഞാനം എന്നത് വെറും കേവലം പണം വാരിക്കൂട്ടാനുള്ള യന്ത്രം മാത്രമാണ്.
ഇവിടെയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്നേഹം എന്തെന്ന് പഠിപ്പിച്ച, കരുണ എന്തെന്ന് പഠിപ്പിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. ജ്ഞാനമെന്നത് ദൈവിക അനുഗ്രഹമാണെന്നും അതുള്ളവൻ അതില്ലാത്തവന് പഠിപ്പിച്ചു കൊടുക്കൽ അവന്റെ മേൽ നിർബന്ധ ബാധ്യതയാണെന്നും അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. അറിവിനുള്ള ജ്ഞാനത്തെ പോലും നോട്ടുകെട്ടിന്റെ മാനദണ്ഡങ്ങൾ കൊണ്ടാണ് തിട്ടപ്പെടുത്തി ഏറ്റവും നികൃഷ്ടമായ മനുഷ്യാവകാശം ലംഘനം നടത്തുന്ന അഭിനവ സമൂഹം. ഇല്ലായ്മയുടെ ആയങ്ങളിൽ നിന്ന് അഖിൽ സുഫ എന്ന ജ്ഞാനസാഗരങ്ങളെ പടുത്തുയർത്തിയ പ്രവാചക പൂങ്കവർ എന്ന മഹാനായ അധ്യാപകരിലേക്ക് ദൃഷ്ടി പായിക്കട്ടെ. ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും പേര് പറഞ്ഞ രാഷ്ട്രങ്ങളുടെ പല തലങ്ങളെയും ചോദ്യം ചെയ്യുന്ന കാട്ടുനീതിയുടെ സാമ്രാജ്യത്വ വക്താക്കൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹജ്ജത്തുൽ വിദായിൽ വെച്ച് നടത്തിയ വിശുദ്ധ പ്രഖ്യാപനത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കാനേ സാധിക്കുകയുള്ളൂ. ഫഇന്ന ദിമാഅകും വഅംവാലകും വഅഗ്റാലകും അലൈക്കും ഹറാം കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശൈരികും ഹാദാ. ആ പരവതാനി പോലെ പരന്നു കിടക്കുന്ന സ്വഹാബാക്കളെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറയുകയുണ്ടായി, ഹേ സ്വഹാബ, നിങ്ങൾക്ക് നിങ്ങളുടെ മേലിൽ നിങ്ങളുടെ രക്തവും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ മുതലും നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ്. ഏതുവരെ എന്ന് വെച്ചാൽ ഇലാ അൻ തൽഖൗ റബ്ബുകും കഹുർമതി യൗമികും ഹാദാ ഫീ ബലദികും ഹാദാ ഫീ ശൈരികും ഹാദാ. നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ ദിനത്തിന്റെ പരിശുദ്ധി പോലെ, ഈ പ്രദേശത്തിന്റെ മഹത്വം പോലെ നിങ്ങൾ ഇതിനെ കാണുക. അതിന്റെ അനന്തര ഫലങ്ങളായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലയുഗങ്ങളിൽ നമുക്ക് ദർശിക്കാൻ സാധിച്ചത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വികസിതമായ ഉത്തരാധികത്തിൽ ഒളിമങ്ങാതെ നിൽക്കുന്നതാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതരേഖ. സമാധാനം ആഗ്രഹിക്കുന്ന സന്മനസ്സുകൾ ഈ പാന്താവിനെ പിന്തുടരുക. നാഥൻ തുണക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗത്തിന് ഞാൻ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.